18 മണിക്കൂർ എടുത്ത് കൊച്ചി ടു ലണ്ടൻ എത്തിയിട്ട് കാര്യമില്ല. എൻ്റെ അടുത്ത വലിയ വള്ളി ആരംഭിക്കുന്ന ഇവിടെ നിന്നാണ് കേട്ടോ. ലണ്ടനിൽ നിന്ന് ബസ് അടുത്ത ദിവസം 7 മണിക്കേ ഉള്ളൂ. ഇത്രയും സമയം തന്നെ ഫ്ലൈറ്റിൽ എങ്ങനെ കഴിച്ചു കൂട്ടിയെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് തന്നെ അധികം ആലോചിക്കാതെ booking.com എടുത്ത് ഞാനൊരു ഹോസ്റ്റൽ അങ്ങ് ബുക്ക് ചെയ്തു കേട്ടോ. ബുക്ക് ചെയ്യേണ്ട താമസം, ക്യാബ് അപ്പം തന്നെ എത്തി. വന്ന് ഊബറുകാരനാണെങ്കിൽ വള്ളിയിൽ ഇറക്കിയിട്ട് പോയി. ഇതാണെങ്കിലൊരു മാപ്പ് നോക്കിയിട്ട് മനസ്സിലാവുന്നുമില്ല. ഇതാണെന്നാണ് തോന്നുന്നത്. ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത് അധികം സേഫ് അല്ല. ബിക്കോസ് ഒരു മാനോ മഞ്ചാടിയോ ഇവിടെ ഇല്ല. അകത്താരെങ്കിലും ഉണ്ടായാൽ മതിയായിരുന്നു. 2 പെട്ടിയും കൊണ്ട് ഇങ്ങനെ നടക്കുന്നത് ഒട്ടും സുഖമുള്ള പരിപാടിയല്ല കേട്ടോ. ഭാഗ്യം അവിടെ ചെന്നപ്പോഴത്തേക്കും റിസപ്ഷനിൽ ആളുണ്ട്. പക്ഷെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് പബ്ബ് പ്ലസ് ഹോസ്റ്റലാണ്. അടിച്ച് ബോധമില്ലാതാണ് ഇവിടെ ആൾക്കാർ ഇരിക്കുന്നത്. മിക്സഡും ആണ്. അങ്ങനെ കാർഡ് കിട്ടിയ റൂമിൽ പോയി 3 മണിക്കൂർ എനിക്ക് ഉറക്കം കിട്ടി. വെളുപ്പിന് തന്നെ അലാം വെച്ച് എഴുന്നേറ്റ് കുറച്ച് നേരം താഴെ വന്നിരുന്നു. ഒന്ന് ഫ്രഷായി ഫോൺ ഒന്നുകൂടെ ചാർജ് ചെയ്യാനിട്ടു. തിരക്കുകളില്ലാത്ത ലണ്ടൻ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ. അങ്ങനെ കറക്റ്റ് ബസ് എടുക്കുന്ന ടൈം ആയപ്പോഴത്തേക്കും ബസ് സ്റ്റോപ്പ് എത്തി. 15 ദിവസത്തെ നാട്ടിലെ വാസം കൊണ്ട് കിട്ടിയതാണ് കേട്ടോ മുഖത്തിലെ പുതിയ പാടൊക്കെ. ഇനി ഇവിടുന്ന് പിന്നെ ഒരു 5.5 മണിക്കൂർ ജേണി. ഒന്നും നോക്കാനില്ല, കിടന്നുറങ്ങിയേക്കാം. ഈ ഒരു പോയിന്റൊക്കെ ആയപ്പോഴത്തേക്കുണ്ടല്ലോ ഞാൻ ഭയങ്കരമായിട്ട് മടുത്തു എന്ന് വെച്ചാൽ ലൈക്ക് കിളി പോയ അവസ്ഥയായിരുന്നു മൊത്തം. വീടെത്തി. ഇനി എൻ്റെ ഈ 2 സ്യൂട്ട് കേസ് മേലെ എൻ്റെ റൂമിലെത്തിക്കണം. സ്ട്രോങ് ഇൻഡിപെൻഡൻറ്റ് വുമൺസ് ആരുടെ സഹായം തേടാറില്ലെന്ന് കേട്ടിട്ടില്ലേ? അതുകൊണ്ട് തന്നെ കുറച്ച് ബുദ്ധിമുട്ടിയിട്ടാണെങ്കിലും ആ 2 സ്യൂട്ട് കേസും വലിച്ച് ഞാൻ കയറ്റി. ഇനി നോ മോർ വർത്തമാനം. ഒന്ന് കുളിക്കുക, കിടക്കുക.